ഞങ്ങൾ ബില്ല് കൊണ്ടുവരുന്നതിൽ ഒരിക്കലും പ്രതിഷേധിച്ചിട്ടില്ല. ബില്ലിലെ കാര്യങ്ങളിലാണ് ഞങ്ങൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. ബില്ല് കൊണ്ടുവരിക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. രാജ്യത്തിന് ആവശ്യമായ രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. പക്ഷേ ഇവർ പ്രപ്പോസ് ചെയ്ത ആ ബില്ലിൽ ചില കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല. അത് നമ്മൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ മൈനോറിറ്റി മന്ത്രി ബഹുമാനപ്പെട്ട റിജിജുവിനെ കണ്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗൃഹമന്ത്രി ശ്രീ അമിത്ഷായെയും കണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ ആ നിയമത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന് റെട്രോസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, പിന്നെ പ്രോപ്പർട്ടി കണ്ടുകെട്ടാനുള്ള നിയമങ്ങൾ, അതായത് നമ്മളോട് ചോദിക്കാതെ പോലും അല്ലെന്നൊരു രാജ്യത്തിൻ്റെ അതായത് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ചെയ്തിരിക്കുന്ന നിയമങ്ങളിൽ ഞങ്ങൾ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല. നിയമം വന്നു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മൺസൂൺ സെഷൻ ആരംഭിക്കുകയാണ്. അത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, 2010 കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലിരുന്നുള്ളത് എനിക്കറിയാം. ഇല്ല, ഞങ്ങൾ ആരോടും അങ്ങനെ പിന്തുണകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് പറയുന്നു. അതായത് ഞങ്ങൾ ഈ NGO എന്ന് പറയുന്നത് അല്ലെന്നൊരു FCRA അക്കൗണ്ട് കൊണ്ടുവരുന്നത് അല്ലെന്നൊരു ഫണ്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രതികരിച്ചു. അതായത് ഇവിടെ ഞങ്ങൾ പ്രതികരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന ഫണ്ടുകൾ ഇവിടുത്തെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഫണ്ടുകളാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന ഫണ്ടുകളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഫണ്ടാണ്. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനായിട്ട് അവരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കാനായിട്ട് ഈ ഫണ്ട് ആവശ്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വയലേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന രീതിയിലുള്ള ഒരു വയലേഷനുകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇവരുദ്ദേശിക്കുന്ന രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർ കണ്ടുകെട്ടും എന്നൊക്കെയാണ്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഒരു FCRAയിലും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഒരു FCRAകളിലും ഒരു രാജ്യദ്രോഹപരമായ കുറ്റത്തിന് ഒരു FCRAയും ക്യാൻസൽ ചെയ്തിട്ടില്ല. ചെയ്തിരിക്കുന്ന മുഴുവനും വളരെ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കിന് അല്ലെന്നുള്ള അങ്ങനെയുള്ള ചില മൈനറായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ നമ്മുടെ ആഭ്യന്തര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയുള്ളതെന്നാണ് അന്ന് ഇവിടുന്ന് ബൈറ്റ് അടക്കം തന്നെ സംസാരിക്കുന്നുണ്ടായത്. പക്ഷെ അതിനുശേഷം ഈ ബില്ല് വരുന്നത് അന്നൊരു ആശ്വസിപ്പിക്കൽ മാത്രമായത് ഉണ്ടായതാണോ വിലയിരുത്താൻ കഴിയാതെ? അല്ല, അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ബില്ല് അവതരിപ്പിക്കലെന്ന് പറഞ്ഞിട്ടില്ല, ബില്ല് കൊണ്ടുവരികയില്ലെന്നും പറഞ്ഞിട്ടില്ല. ബില്ല് അദ്ദേഹം കൊണ്ടുവരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കുക എന്നുള്ളത്. അതവർ ബില്ല് കൊണ്ടുവരും. നമുക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനോപകാരപ്രദമല്ല എന്ന് വരില്ല. അതിനെ എതിർക്കുക എന്നുള്ളത് രാജ്യത്തെ ഏതൊരു പൗരൻ്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ആ പൗരൻ്റെ കടമ മാത്രമേ നിർവഹിക്കുന്നു. ആ വ്യവസ്ഥകൾ മാറ്റിയിട്ടില്ല എങ്കിൽ CBCയുടെ പ്രവർത്തനത്തെയും അതോടൊപ്പം ദീപകാരൻ്റെ പ്രവർത്തനത്തെയൊക്കെ കാര്യമായി തന്നെ ബാധിക്കുന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി അതിനെ നേരിടാൻ പോവുക? അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ തീരുമാനം. നിലവിൽ ഈ ബില്ലിൽ ഒരു മാറ്റവും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ വന്ന ബില്ല്, ഈ ബജറ്റ് സമ്മേളനത്തിൽ വന്ന ബില്ല് അതേപടി വരികയാണ്, അതേപടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞ ആശങ്കകൾ ഒന്നും കേട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നിങ്ങൾ പെർസ്യൂം ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അവർ ബില്ല് കൊണ്ടുവരട്ടെ,
കൊണ്ടുവന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലില്ലെന്ന് വരിൽ രാജ്യത്തിൻ്റെ ഉന്നമതിക്കും വേണ്ടിയിട്ട് പറ്റുന്ന ബില്ലല്ല എന്ന് വരിയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിക്കകത്തുള്ള അല്ല എന്ന് വരിയിൽ, നാച്ചുറൽ ജസ്റ്റിസിന് എതിരായിട്ടാണെന്ന് വരിയിൽ, അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതും ആ നിയമത്തിനെതിരായിട്ട് പോരാടേണ്ടതും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന നമ്മുടെ എംപിമാരാണ്. അപ്പം പ്രതിപക്ഷത്തുള്ളവരായിരിക്കണം അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ എംപിമാരെ എല്ലാം വളരെ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ബില്ല് വരുമ്പോൾ അതായത് രാജ്യ നന്മയ്ക്ക് എതിരായിട്ടോ അല്ലെന്നവരിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ടോ ഉള്ള ബില്ലാണെന്നവരിൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കണം, അവർ ചെയ്യണം. അത് അല്ല, ഇത്തവണ അയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കൽ അയച്ചാൽ അയച്ചതല്ലേ. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അവരോട് എല്ലാ എംപിമാർക്കും നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആശങ്ക എന്ന് പറഞ്ഞാൽ അതായത് ക്രിസ്ത്യ സഭകൾ, ഞങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വാദിക്കുന്നത്. ഞങ്ങൾ NGOയുടെ പേരിലാണ്, ഞങ്ങൾ കത്തോലിക്ക സഭയുടെ പേരിലേ അല്ല ഞങ്ങൾ പോരി. അത് കാണുന്നില്ലെന്ന് വരില്ല. അവർ പൈസ ഉപയോഗിക്കുന്ന ഏത് രീതിയിലാണ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള പല ഏജൻസികളും ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് കൂടെ വന്ന് ചോദിക്കുന്നതിനാൽ ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് അല്ലെന്നൊരു ഞങ്ങളുടെ സഹോദരങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ളവർ തരുന്ന പൈസയാണ്. അത് ഞങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ആ ഫണ്ട് ഇവിടെ കൊണ്ടുവരുന്ന അവരുടെ സഹോദരങ്ങളെ ഇവിടെ സഹായിക്കാനായിട്ട് തരുന്ന ഫണ്ടാണ്. ആ ഫണ്ട് തന്നു വെച്ചിട്ട് അവർ തന്നിരിക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓരോരുത്തരും ഓരോ ഇതിനും പൈസ അല്ലെന്നവരുള്ള സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടെന്ന് വരികിൽ അത് അവരുടെ നിയോഗം അനുസരിച്ച് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന പൈസ അത് ഒരു സുപ്രഭാതത്തിൽ സർക്കാർ കണ്ടെടുക്കാനോ ഏറ്റെടുത്തുകൊണ്ട് പോകാനായിട്ടോ വേണ്ടിയിട്ടല്ല. ഘടകങ്ങളിൽ അവരൊരു ആശങ്ക കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാസ്സാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി എന്തായിരിക്കും സഭ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം? ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം ചോദിക്കരുത്. ഞാൻ രാഷ്ട്രീയമുള്ള ആളല്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട താല്പര്യമില്ല. കേരളത്തിലെ ഇലക്ഷൻ കൊണ്ടാണോ മറ്റുള്ള സ്ഥലത്തെ ഇലക്ഷൻ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കാര്യങ്ങൾ കാണുന്നത് രാഷ്ട്രീയപരമായിട്ടല്ല, നമുക്ക് സഭയുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയമോ മറ്റു രാഷ്ട്രീയങ്ങളിലോ ഒന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ FCRA ഭേദഗതി ബില്ല് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ളൊരു ടൂളായി ഭാവിയിൽ ഉപയോഗിക്കുമോ എന്നൊരു ആശങ്കയുണ്ടോ? അതിൽ ആശങ്കയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊതുവെ കാണാൻ പറ്റും, ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തും അവരുടെ മേൽ ചില ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചും ഏജൻസികൾ ഉപയോഗിച്ചൊക്കെ വേട്ടയാടപ്പെടുന്ന ഒരു പ്രകൃതമുണ്ട്. അങ്ങനെ സംഭവിക്കാം മേലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ സിറ്റുവേഷനിൽ. പക്ഷേ സംഭവിക്കാതെ ഇരിക്കാം.